ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ട ഭാഗ്യവചനധാര ശ്രോതാക്കളെ ഏവർക്കും ക്രിസ്തുയേശുവിൽ എന്റെ സ്നേഹവന്ദനം. വീണ്ടും ഒരിക്കൽ കൂടെ ഈ പ്രോഗ്രാമിൽ സംബന്ധിക്കുവാൻ ഇടയാക്കിയ ദൈവത്തെ ആദ്യമായി സ്തുതിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 42 സങ്കീർത്തനമാണ് ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവത്തിനു വേണ്ടിയുള്ള ഒരു ഭക്തന്റെ അന്തർദാഹമാണ് ഈ സങ്കീർത്തനത്തിൽ നിഴലിച്ചു കാണുന്നത്. കോരഹപുത്രന്മാർ രചിച്ചതാണ് ഈ സങ്കീർത്തനം. കോരഹ ലേവി വംശജനാണ്. അയാളുടെ മക്കൾ ദേവാലയത്തിലെ സൂക്ഷിപ്പുകാരും പാട്ടുകാരുമായിരുന്നു. അവർക്ക് ആരാധന വളരെ പ്രിയപ്പെട്ടതായിരുന്നു. അത് സാധിക്കാതെ വന്ന സാഹചര്യത്തിൽ അവരുടെ അന്തർദാഹമാണ് ഈ സങ്കീർത്തനത്തിൽ നാം കാണുന്നത്. 42:1 മണ്ണീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. വേനൽക്കാലത്ത് നീർച്ചോലകൾ വറ്റി വരളുമ്പോൾ അല്പം വെള്ളം ലഭിക്കുന്നിടത്തേക്ക് മാൻ തീവ്രമായ ദാഹത്തോടെ ഓടി അടുക്കുന്ന അനുഭവമാണ് കോരഹപുത്രന്മാർ ഇവിടെ പങ്കുവെക്കുന്നത്. മനുഷ്യാത്മാവിന്റെ ദാഹവും ഇതുപോലെയാണ്. ധനമോ പദവിയോ അധികാരങ്ങളോ ആത്മാവിന്റെ ദാഹം ശമിപ്പിക്കുകയില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ ആനന്ദം കണ്ടെത്തും വരെ മനസ്സ് അസ്വസ്ഥമായിരിക്കും. ദാവീദിനും മരുഭൂമിയിൽ വെച്ച് ഈ ആത്മദാഹം ഉണ്ടായതായി 63 സങ്കീർത്തനം 1 വാക്യത്തിൽ പരാമർശിക്കുന്നു. ദൈവമേ, നീ എന്റെ ദൈവം, അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്തെ എന്റെ ഉള്ള നിനക്കായി ദാഹിക്കുന്നു, എന്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു എന്ന് വായിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഈ ദാഹം ഉണ്ടോ എന്ന് ശാന്തമായി ചിന്തിക്കാം. ഞാൻ ദേവാലയത്തിൽ അധികാലത്ത് എത്തി ദൈവത്തെ കണ്ടെത്തുവാൻ ശ്രമിക്കാറുണ്ടോ? അതിന്റെ 2 വാക്യത്തിൽ എന്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും? ദൈവത്തിൽ നിന്നും ദൈവകൃപയിൽ നിന്നും വിദൂരതയിൽ കഴിയുമ്പോൾ അനുഭവപ്പെടുന്ന ആത്മവരൾച്ചയും വിരസതയും കോരഹപുത്രന്മാർ പ്രകടമാക്കുന്നു. 6 വാക്യം, എന്റെ ദൈവമേ, എന്റെ ആത്മാവ് എന്നിൽ വിഷാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും മിസാർ മലയിലും വെച്ച് ഞാൻ നിന്നെ ഓർക്കുന്നു. പലസ്തീനിലെ പ്രകൃതി രമണീയമായ സ്ഥലമാണ് മേൽ പറഞ്ഞ സ്ഥലങ്ങൾ. അവിടെ യവനന്മാർ പാൻ എന്ന പ്രകൃതി ദേവൻ ഒരു ക്ഷേത്രം പണിതിരുന്നു. അവിടെയുള്ള വിഗ്രഹ ആരാധികൾ അന്യദൈവത്തെ ആരാധിക്കുവാൻ അവരെ നിർബന്ധിച്ചു. അവരുടെ മനസ്സ് മടുപ്പിച്ചിട്ടുണ്ടാവും. എന്നാൽ സത്യദൈവത്തെ ആരാധിക്കുവാനായി അവർ യെരൂശലേം ദേവാലയത്തിലേക്കും ദേവാലയം സ്ഥിതി ചെയ്യുന്ന സിയോൻ കുന്നിലേക്കും എത്തിച്ചേരുവാൻ സാധിക്കാതെ വന്നതിനാൽ അവരുടെ ഉള്ളം വിഷാദിക്കുവാനും ഞരങ്ങുവാനും തുടങ്ങി. 7 വാക്യത്തിൽ ഓളങ്ങളും തിരമാലകളും എല്ലാം എന്റെ മീതെ കടന്നു പോകുന്നു. മാത്രമല്ല പലരും നിന്റെ ദൈവം എവിടെയെന്ന് ചോദിച്ച് അവരെ നിന്ദിച്ചു. ഈ നിന്ന അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. എന്നാൽ ദുസ്സഹമായ ആത്മനൊമ്പരത്താൽ വലഞ്ഞപ്പോൾ 8 വാക്യത്തിൽ അവർ ദൈവത്തെ സ്തുതിക്കുന്നു. രാത്രികാലത്ത് ഞാൻ അവന് പാട്ടുപാടിക്കൊണ്ടിരിക്കും. എന്റെ ജീവന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ. ജീവിതത്തിലെ തീവ്രമായ വേദനയുടെ നടുവിൽ കോരഹപുത്രന്മാർ ദൈവമുഖം അന്വേഷിച്ചു. രാത്രികാലത്ത് ഉണർന്നിരുന്ന് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. അപ്പോസ്തല പ്രവൃത്തി 16 അധ്യായം 25 വാക്യത്തിൽ കാരാഗ്രഹത്തിൽ പൗലോസും ശീലാസും അർദ്ധരാത്രിയിൽ പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ അവരുടെ ബന്ധനം അഴിഞ്ഞ് സ്വതന്ത്രരായി എന്ന് വായിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും പരിഹാസങ്ങളും നിന്ദകളും ഉണ്ടാകുമ്പോൾ പതറിപ്പോകാതെ നമ്മോട് തന്നെ നമുക്ക് പറയുവാൻ സാധിക്കണം, എന്റെ ആത്മാവേ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതികൂലങ്ങളെ അതിജീവിച്ച് വിജയകരമായി മുന്നേറുവാൻ ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ നമുക്ക് ഓരോരുത്തർക്കും സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കിൽ നിന്നും വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.